ജീവനക്കാർ സമരം പിൻവലിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഇന്ന് മുടങ്ങിയേക്കും. വിമാന സർവീസുകൾ എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ഈ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ചർച്ച തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന ഉറപ്പ്, അതിനുശേഷം സമരം ഒത്തുതീർപ്പാവുന്നു. എന്നാലും സേവനങ്ങൾ പരിപൂർണമായി പുനരാരംഭിക്കാനായിട്ടില്ല. എപ്പോഴേക്ക് ഈ സേവനങ്ങൾ പൂർണ്ണമായും ആരംഭിക്കും? അതേപോലെ തന്നെ ഈ യാത്രക്കാർക്കുമുണ്ടല്ലോ ചില നഷ്ടങ്ങൾ. അവരുടെ ടിക്കറ്റിന്റെ റീഫണ്ട്, അതുപോലെ തന്നെ പുതിയ ആ, യാത്ര, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്നലെ ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മാനേജ്മെന്റും തൊഴിലാളികളും ഈ സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള ധാരണയിലേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അത് എത്രയും വേഗം അംഗീകരിക്കുക, ഒപ്പം പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാമെന്നതാണ്. ഇതേ തുടർന്നാണ് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കാമെന്ന് തൊഴിലാളികളും അറിയിച്ചത്. പക്ഷേ എയർ ഇന്ത്യയിൽ നിലവിലെ പ്രതിസന്ധി അത് വളരെ രൂക്ഷമായി മാറിയിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂളിംഗ് ഒക്കെ തന്നെ താറുമാറായ അവസ്ഥയിലാണ്. ജീവനക്കാരെ പുനർവിന്യസിക്കുന്നതിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ജീവനക്കാർ തിരികെ എത്തിയാലും ഈ സർവീസുകൾ സാധാരണ നിലയിലാക്കുന്നതിൽ കുറച്ചുകൂടി സമയം വേണ്ടിവരും എന്ന് എയർ ഇന്ത്യ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സർവീസുകൾ ഇന്നും മുടങ്ങിയേക്കും എന്ന് എയർ ഇന്ത്യ തന്നെ പറയുന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്. അതുകൊണ്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർ ഈ ഇന്നത്തെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ആ യാത്ര പുറപ്പെടും എന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താവൂ എന്നുള്ള നിർദ്ദേശം കൂടി എയർ ഇന്ത്യ നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഈ സർവീസുകളൊക്കെ തന്നെ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട് എന്നതാണ് അവർ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. 2 ദിവസത്തെ സമരത്തിനിടെ ഏതാണ്ട് 180ഓളം സർവീസുകളാണ് ആകെ റദ്ദാക്കേണ്ടി വന്നത്. എന്നാൽ ഇന്ന് ആ സംഖ്യ, കഴിഞ്ഞ ദിവസം 85 സർവീസുകളാണ് റദ്ദാക്കിയെങ്കിൽ ഇന്നൊരു പക്ഷേ ആ സംഖ്യ വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൂർണ്ണതോതിൽ സർവീസുകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ശരി, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.